വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഴപ്പവുമില്ലാതിരുന്ന ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റിയതിലും ദുരൂഹത. കൊടിമരത്തിന്റെ അടിഭാഗം ചിതലഴിച്ചെന്ന് പറഞ്ഞാണ് പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിച്ചത്. എന്നാൽ കൊടിമരത്തിന്റെ അടിഭാഗം നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് കൊണ്ടാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൊടിമരത്തെയും വാജിവാഹനത്തെയും അഷ്ടദിക്പാലകരെയും ലക്ഷ്യം വെച്ചാണോ ഇങ്ങനെയൊരു നിർമ്മാണ പ്രവൃത്തി നടന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് SIT. അതിനിടെ വാജിവാഹനം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലും ചേർന്ന് തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായാണോ എന്ന് അറിയുന്നതിനായി SIT ഇതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. തീരുമാനം നടപ്പിലാക്കുന്ന കാലത്ത് പിണറായി സർക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 2017 പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കുന്നത്. പഴയ കൊടിമരം മാറ്റുന്ന സമയത്ത് LDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി UDF നേതൃത്വത്തിലുള്ളതായിരുന്നു. 2014 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിലാണ് പഴയ കൊടിമരം മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അന്ന് നടന്ന ഒരു ദേവപ്രശ്നത്തിലാണ് കൊടിമരത്തിന്റെ അടിഭാഗം ചിതലഴിച്ചു പോയിട്ടുണ്ടെന്നും കൊടിമരം മാറ്റണമെന്നും പറഞ്ഞത്. 1970കളിലാണ് പഴയ കൊടിമരം സ്ഥാപിച്ചത്. അന്ന് സ്വർണം പൊതിഞ്ഞ കൊടിമരമാണ് സ്ഥാപിച്ചത്. അതിന്റെ അടിഭാഗം കോൺക്രീറ്റാണ് ചെയ്തിരുന്നത്. 2017 ഫെബ്രുവരി 19 പഴയ കൊടിമരത്തിലെ വാജിവാഹനം പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത്. കഴിഞ്ഞ ദിവസം കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്നും എടുത്ത വാജിവാഹനം പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന അഷ്ടദിക്പാലകർ എവിടെയാണെന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. കോടികൾ വിലമതിക്കുന്ന പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് അഷ്ടദിക്പാലകർ. സ്ട്രോങ് റൂമിൽ അഷ്ടദിക്പാലകർ ഉണ്ടെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ സ്ട്രോങ് റൂമിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് പുറമെ ഒരു കുഴപ്പവുമില്ലാത്ത പഴയ കൊടിമരം എന്തിനു മാറ്റിയെന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് SIT.